ഡയറക്ടർ വിളിച്ച യോഗത്തിൽ നയം ചർച്ചയായി. മുഖ്യമന്ത്രിയുടെ മൗനവും ടൂറിസം വകുപ്പിന്റെ അനാവശ്യ തിടുക്കവും ചർച്ചയാക്കി പ്രതിപക്ഷം. ജുഡീഷ്യൽ അന്വേഷണവും മന്ത്രിമാരുടെ രാജിയും വേണം. ആരോപണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് വി മുരളീധരൻ. എം പി രാജേഷിന്റെ വിദേശയാത്രയിലും വിവാദം. കൊച്ചി നഗരം വാഴുന്ന അവയവ ഏജന്റുമാർ ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ജീവനക്കാരെ. അവയവദാനത്തിന് പ്രതിഫലം നൽകാതെ ഏജന്റ് ലൈംഗികമായി പീഡിപ്പിച്ചു. ഏജന്റിനെ സംരക്ഷിച്ച് ജീവനക്കാരിയെ പുറത്താക്കിയെന്നും ആരോപണം. നിയമപരമായി നേരിടുമെന്ന് ആശുപത്രിയുടെ വിശദീകരണം. അവയവക്കടത്ത് കേസ് അന്വേഷണം തമിഴ്നാട്ടിലേക്ക്. വെളിവാകുന്നത് അട്ടപ്പാടിയിലെ ആരോഗ്യ സംവിധാനത്തിലെ അനാസ്ഥയുടെ നേർചിത്രം. മരം വീണു മരിച്ച യുവാവ് ഉദ്യോഗസ്ഥ അലംഭാവത്തിന്റെ ഇര. 2 ആംബുലൻസ് തകരാറിലായിട്ടും നന്നാക്കാൻ നടപടിയുണ്ടായില്ല. കോഴിക്കോട്ടെ അവയവമാറ്റ ശസ്ത്രക്രിയയിൽ അന്വേഷണത്തിന് മെഡിക്കൽ ബോർഡ്. അടുത്ത മാസം 1-ന് ബോർഡ് യോഗം ചേരും. തൃപ്പൂണിത്തുറയിൽ അമ്മയെ പുറത്താക്കി വീട് പൂട്ടിപ്പോയ സംഭവത്തിൽ പോലീസിന്റെ വിചിത്ര നീക്കം. നാട്ടുകാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. കേസിന് പിന്നിൽ CPM നേതൃത്വമെന്ന് ആക്ഷേപം. വാർത്ത റിപ്പോർട്ട് ചെയ്ത ന്യൂസ് 18-നും നോട്ടീസ്. KSU സംസ്ഥാന ക്യാമ്പിൽ കൂട്ടയടി, പ്രവർത്തകർക്ക് പരിക്ക്. ക്യാമ്പ് പിരിച്ചുവിട്ടേക്കും. അന്വേഷണത്തിന് KPCC 3-അംഗ സമിതിയെ നിയോഗിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. റിമാൽ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചു. അർദ്ധരാത്രിയോടെ ബംഗാൾ തീരം തൊടും. കൊൽക്കത്ത വിമാനത്താവളം അടച്ചു. കുണ്ടന്നൂരിലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. പെരിയാർ അന്വേഷണ റിപ്പോർട്ടിൽ അന്തരമുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പി രാജീവ്. കോട്ടയം മണർക്കാട്ട് കള്ളിയിങ് തുടരുന്നു. IPL ഇന്ന് കലാശക്കൊട്ട്. കപ്പുയർത്താൻ കൊൽക്കത്തയും ഹൈദരാബാദും നേർക്കുനേർ. മത്സരം രാത്രി 7:30 ചെന്നൈയിൽ. ആശങ്കയായി മഴ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഡൽഹിയിൽ 2 ഇടങ്ങളിലായി ഉണ്ടായ തീപിടുത്തത്തിൽ 7 നവജാത ശിശുക്കൾ ഉൾപ്പെടെ 10 പേർ മരിച്ചു. കിഴക്കൻ ഡൽഹിയിലെ ശിശുസംരക്ഷണ കേന്ദ്രത്തിലും ഫ്ളാറ്റിലുമാണ് തീപിടുത്തമുണ്ടായത്. ശിശുസംരക്ഷണ കേന്ദ്രത്തിലെ തീപിടുത്തത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഇതിനിടെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 33. രാജ്കോട്ട് ഗെയിമിംഗ് സെന്റർ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് ഡൽഹിയിൽ ദാരുണ സംഭവമുണ്ടായത്. രാത്രി 11:30-യോടെയാണ് കിഴക്കൻ ഡൽഹി വിവേക് വിഹാറിലെ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായത്. 3 നിലകളിലുള്ള ആശുപത്രിയിൽ തീ പടരുമ്പോൾ 12 കുട്ടികളായിരുന്നു ചികിത്സയിൽ. രക്ഷപ്പെടുത്തിയ 5 കുഞ്ഞുങ്ങളെ കിഴക്കൻ ഡൽഹി അഡ്വാൻസ് NICUയിൽ പ്രവേശിപ്പിച്ചു. സമീപത്തെ അപ്പാർട്ട്മെന്റുകളിലേക്കും തീ പടർന്നു. ഓക്സിജൻ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. It was a very tough operation. We made 2 teams. One team started firefighting because there was a blast of cylinders. We can say chain of blast of cylinder. So we have to save ourselves also. So we made 2 teams. One team started rescue operations for babies. And second team started firefighting operation. Unfortunately, we could not save all the children. ആശുപത്രി കേന്ദ്രീകരിച്ച് ഉടമകൾക്ക് ഓക്സിജൻ സിലിണ്ടറുകളുടെ വിൽപ്പന ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ ആരോപിച്ചു. हम कहते थे एक जना एयरलो क्योंकि हम बिलेंसर भर्ती करा था, पर बिलेंसर भी एक परमानेंट रहा। मैं वहाँ पर 3 दिन भर्ती रहा, तो वहाँ पर तो रहने देते, ये रहने नहीं देते। पूरे दिन में 24 घंटे में बस एक बार दिखाते थे। इग्नोर कर गया। मैंने कहा कोई बिजली का शॉर्ट सर्किट हुआ होगा। दूसरी बार फिर आवाज़ आई थोड़ी देर में, फिर मैं उठा, वहाँ से चला थोड़ी दूर पे, तो वहाँ से देखा तो मुझे धुआं दिखाई दिया। फिर मैं आगे चला, मैंने बच्चे से कहा, मैंने कहा देखना जरा, 1 मिनट आया, पता नहीं क्या हो गया। കിഴക്കൻ ഡൽഹിയിലെ തന്നെ ഷാദ്രയിലെ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ 3 പേർ മരിച്ചു. 4 നിലകളിലുള്ള അപ്പാർട്ട്മെന്റിന് താഴെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളിൽ നിന്നാണ് 1-ാം നിലയിലേക്ക് തീ പടർന്നത്. മുകളിലെ നിലയിൽ താമസിച്ചിരുന്ന 12 പേരെ രക്ഷപ്പെടുത്തി. ഗുജറാത്തിലെ രാജ്കോട്ടിൽ തീപിടുത്തമുണ്ടായ ഗെയിമിംഗ് സെന്ററിന് അഗ്നിശമന സേനയുടെ NOC ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തി. താൽക്കാലിക കെട്ടിടത്തിലാണ് ഗെയിമിംഗ് സെന്റർ പ്രവർത്തിച്ചിരുന്നത്. വെൽഡിംഗ് ജോലികൾക്കിടെയാണ് തീ പടർന്നതെന്നും സമീപത്ത് സൂക്ഷിച്ചിരുന്ന പ്ലൈവുഡിന് തീപിടിച്ചത്
തീ ആളിപ്പടരാൻ കാരണമായെന്നും ഫയർഫോഴ്സ് അറിയിച്ചു. അവധി ദിവസമായതിനാൽ കുട്ടികളും രക്ഷിതാക്കളും കൂടുതലായി എത്തിയതും കെട്ടിടത്തിന് ഇടുങ്ങിയ പ്രവേശന കവാടമായതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. ഗെയിമിംഗ് സെന്റർ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് സർക്കാരിന്റെ വാദം പൊളിയുന്നു. ടൂറിസം വകുപ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച വിളിച്ച ഓൺലൈൻ യോഗത്തിന്റെ വിവരങ്ങൾ ന്യൂസ് 18 കിട്ടി. ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ അജണ്ട മദ്യനയമായിരുന്നു. അതേസമയം സർക്കാരിനെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്നത് എന്തിനെന്നും ടൂറിസം വകുപ്പിന്റെ തിടുക്കം എന്തിനായിരുന്നുവെന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. മദ്യനയവുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വൻ അഴിമതിയിൽ ബാർ ഉടമകളുമായിട്ട് മാത്രമല്ല ആരുമായിട്ടും ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും പ്രസ്താവനകൾ പച്ചക്കള്ളമാണ്. ഇവര് കഴിഞ്ഞ 2 മാസമായി ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തുകയാണ്. കഴിഞ്ഞ മാസം ആദ്യം ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ പ്രതിമാസ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഈ മെയ് 21-ാം തീയതി ടൂറിസം വകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൽ ബാർ ഉടമകൾ കൂടി പങ്കെടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച യോഗം വിളിച്ച ടൂറിസം വകുപ്പിന്റെ സൂം മീറ്റിംഗ് ആണ് നടത്തിയത്. ആ സൂമിന്റെ ലിങ്ക് എന്റെ കൈവശമുണ്ട്. അപ്പൊ നിരന്തരമായി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത മെയ് 21-ാം തീയതിയിലെ യോഗത്തിൽ ഈ ഡ്രൈ ഡേയെ കുറിച്ചും ബാറിന്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് എറണാകുളത്ത് ചേർന്ന ബാർ ഉടമകളുടെ യോഗം പണപ്പിരിവിനുള്ള നിർദ്ദേശം നൽകുകയും അത് പുറത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അതിലൂടെ പുറത്തു വരികയും ചെയ്തു. 2 മന്ത്രിമാരും പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. ഔദ്യോഗികമായ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. പുറത്തുവന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് ബാർക്കോഴ വിവാദം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെക്കുന്നതിനിടയിലാണ് എക്സൈസ് മന്ത്രി കൂടിയായ MP രാജേഷ് സംസ്ഥാന സർക്കാർ മദ്യനയവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളും ഇതിനോടകം നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയത്. പക്ഷേ ആ നിലപാട് അദ്ദേഹം പരസ്യമായി വെളിപ്പെടുത്തി ദിവസങ്ങൾക്കകമാണ് അത്തരത്തിലൊരു കൂടിയാലോചനാ യോഗം കഴിഞ്ഞ 21-ാം തീയതി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-ക്ക് ടൂറിസം ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവരുന്നത്. സൂം മീറ്റിംഗിലൂടെ ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റ് അംഗങ്ങൾക്ക് അയച്ച സൂം ലിങ്കിന്റെ ഐഡിയും പാസ്വേഡും ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായി ആ സൂം മീറ്റിംഗിൽ ഇതുമായി ബന്ധപ്പെട്ട ബാറുടമകൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചന. അങ്ങനെയാണെങ്കിൽ മന്ത്രി MP രാജേഷ് ഇത്തരമൊരു കൂടിയാലോചന നടന്ന കാര്യം ബോധപൂർവം മറച്ചുവെക്കുകയോ അല്ല എങ്കിൽ അദ്ദേഹം അത് അറിയാതിരിക്കുകയോ ചെയ്തതാകാനാണ് സാധ്യത. ഇതിൽ അദ്ദേഹം ഇത് അറിയാതിരിക്കാനുള്ള സാധ്യതയ്ക്ക് തന്നെയാണ് മുൻതൂക്കം എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കാരണം എക്സൈസ് മന്ത്രി എന്ന നിലയിൽ അത്തരത്തിൽ ഒരു കൂടിയാലോചനകളും നടന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇതിനു പിന്നിലെ ഈ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ പരാതി നൽകി തൊട്ടു പിന്നാലെ ശബ്ദരേഖയിൽ പരാമർശിച്ചിരുന്ന അനിമോൻ താൻ ഉദ്ദേശിച്ചത് ബാർ ഉടമകളിൽ നിന്ന് പണം പിരിക്കുന്ന കാര്യമല്ല, അത് സ്ഥലം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരമൊരു പിരിവെടുക്കുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടൊരു വിശദീകരണ കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. അത് സർക്കാരിന് വലിയൊരു ആശ്വാസമായി മാറി. ഒരു രാത്രി കഴിയുന്നതിനിടയിൽ വീണ്ടും സർക്കാരിന് കുരുക്കിലാക്കുന്ന വിധത്തിൽ ഇത്തരത്തിലൊരു കൂടിയാലോചന യോഗം നടന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കൂടി പുറത്തുവരികയാണ്. സ്വാഭാവികമായി പ്രതിപക്ഷം അത് വീണ് കിട്ടിയ ആയുധമായി സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണ് എങ്കിൽ വരുന്ന നിയമസഭാ സമ്മേളനം ജൂൺ മാസം 10-ാം തീയതി ആരംഭിക്കുമ്പോൾ എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെക്കണമെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങളുടെ ആക്കം കൂടുമെന്ന് തന്നെയാണ് സൂചന. ഇതിനിടെ ബാർക്കോഴ ആരോപണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ ആവശ്യപ്പെട്ടു. വിവാദം വന്നതോടെ എക്സൈസ് മന്ത്രി നാടുവിട്ടു. 3 രാജ്യങ്ങളിലേക്കെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ട് പോകുന്നത് 5 രാജ്യങ്ങളിലേക്കാണ്. എക്സൈസ് മന്ത്രിയുടെ യാത്രയ്ക്ക് കേന്ദ്ര അനുമതി ഇല്ലെന്നും V മുരളീധരൻ പറഞ്ഞു. ഉത്തരവാദിത്തം ഏറ്റെടുത്ത്
മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിനായി കേന്ദ്ര ഏജൻസിയെ ചുമതലയേൽപ്പിക്കണം. നമ്മുടെ എക്സൈസ് മന്ത്രി ഈ വിവരം പുറത്തു വരുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം സ്ഥലം വിട്ടു. അദ്ദേഹം 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിനാണ് അദ്ദേഹം പോയിരിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു അഴിമതി, പണം വാങ്ങി നയം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് സാധാരണഗതിയിൽ ഊഹിക്കാം. അതുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം വസ്തുതകൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെ അവയവം മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി യുവതി. അവയവദാനത്തിന് ശേഷം ഏജന്റിൽ നിന്ന് പീഡനം നേരിട്ട യുവതിയാണ് ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്. ലേക്ക് ഷോർ ആശുപത്രിയിൽ നടക്കുന്നത് ഏറെയും അവയവമാറ്റ ശസ്ത്രക്രിയയാണ്. ആശുപത്രിക്ക് സ്റ്റാഫിനേക്കാൾ വലുത് ഏജന്റുമാരാണെന്നും ലേക്ക് ഷോറിലെ മുൻ ജീവനക്കാരി ന്യൂസ് 18 പറഞ്ഞു. അവയവദാന ഏജന്റിനെ സംരക്ഷിക്കാൻ തന്നെ ജോലിയിൽ നിന്നും ഒഴിവാക്കി. പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണമുണ്ട്. പോലീസും ഏജന്റിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. പരാതി നൽകിയിട്ടും കേസെടുക്കാൻ വൈകി. കേസെടുത്തത് ഡെപ്യൂട്ടി കമ്മീഷണർ നിർദ്ദേശ ശേഷമാണ്. ലേക്ക് ഷോറിനും ഏജന്റിനും എതിരെ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചു. അവയവ തട്ടിപ്പിനെതിരെ യുവതി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചു. ഏജന്റായ ഷാജി ഇപ്പോഴും ഒളിവിലാണെന്നാണ് സൂചന. വൃക്ക നൽകിയതിന് വാഗ്ദാനം ചെയ്ത പണം ആവശ്യപ്പെട്ടപ്പോൾ ഷാജി പീഡിപ്പിച്ചുവെന്നും യുവതി ന്യൂസ് 18 പറഞ്ഞു. പരാതിയുമായി പനങ്ങാട് പോലീസിനെ സമീപിച്ചപ്പോൾ നടപടിയെടുത്തില്ലെന്നും ആരോപണമുണ്ട്. താൻ വഴി വൃക്ക നൽകാൻ 12 പേരെ കൂടി ഏജന്റിന് തരപ്പെടുത്തി കൊടുത്തുവെന്നും യുവതി ന്യൂസ് 18 പറഞ്ഞു. ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് ഇയാൾ പരിചയപ്പെടുന്നത്. ഇയാൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ഡൊണേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അത് സംസാരിച്ചപ്പോഴത്തേക്കും എനിക്കും സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടിട്ട് ഞാൻ അത് താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു ആദ്യമേ. അത് കഴിഞ്ഞിട്ട് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് നടത്താനായിട്ട് ചെന്നപ്പോഴത്തേക്കും OPയിലെ സിസ്റ്റർ പറഞ്ഞു സ്റ്റാഫ് ആയതുകൊണ്ടിട്ട് സാർ ചിലപ്പോൾ സമ്മതിക്കില്ല ഇവിടെ, അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ റിസൈൻ ചെയ്ത് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് പറ്റത്തില്ല, എൻ്റെ ജോലി എനിക്ക് പ്രധാനമാണ്, അതുകൊണ്ട് അത് പറ്റത്തില്ല. ഞാനത് കാരണം പിൻവാങ്ങി വേണ്ട എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അതിനുശേഷം ഇവർ എന്നെ നിരന്തരം നമ്പർ തന്നിട്ട് വിളിക്കുകയും ഇതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒന്നും പറയാതെ പിന്മാറി നിന്നിട്ട് എന്നെ ഒരു തവണ ഇവർ അൽക്കൈമ എന്ന പറയണ ലോഡ്ജിൽ വിളിപ്പിച്ചിട്ട് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു. ഞാൻ ചെല്ലാന്നതിൻ്റെ പേരിൽ ഇയാളുടെ വർക്കറായ സ്ത്രീയെ കൂട്ടി വരാൻ പറഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിപ്പിച്ചത്. എത്ര രൂപ ഓഫർ ചെയ്തിട്ടാണ്? എനിക്ക് 8.5 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിരുന്നത്. അല്ല, എത്ര തന്നു? എനിക്ക് 3.5 ലക്ഷം രൂപ. അത് ഞാൻ എൻ്റെ ഒരു പൊട്ടത്തരത്തിന് പറഞ്ഞു പോയത് കൊണ്ടിട്ടാണ്. അത്രയും ഇപ്പം മതി തരൂ എന്നുള്ള ഒരു ഇതിൽ വന്നാൽ പിന്നെ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ അവർ കുറേ വേറെ രീതിയിലൊക്കെ ഉപദ്രവിച്ച് അതിൻ്റെ പേരിൽ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയ പോലെയാണ്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വേറെ ഡോണേഴ്സിനെയൊക്കെ നമ്മളെ എത്തിച്ചു കൊടുക്കണമെന്നുള്ള നിബന്ധനയിലൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ എനിക്ക് എൻ്റെ പൈസയുടെ ഒരിതിൽ ഞാൻ കൊണ്ട് കേസ് കൊടുത്തു. സാറ് ചോദിച്ചിട്ടൊക്കെ ഞാൻ ആ രീതിയിലാണ് സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ ഇയാളുടെ ഇത് കൊടുത്ത ഉടനെ തന്നെ വക്കീലിനെ വിടുകയാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇരിക്കുക ചെയ്ത് വക്കീൽ വന്നിട്ട് വക്കീൽ എന്നോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ സാമ്പത്തികത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു 1 രൂപ പോലും തരില്ല, എനിക്ക് എവിടം വരെ പോകാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കിത് എന്ത് ചെയ്യണമെന്നും അറിയാം, 1 രൂപ പ്രതീക്ഷിച്ചിരിക്കണ്ട. അങ്ങനെയാണ് പോലീസിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് പോയത്. പോലീസ് ചേച്ചി കൊടുത്ത പരാതിയിൽ എന്ത് നടപടിയെടുത്തു? ആദ്യമേ ഇവരൊരു നടപടി എടുത്തില്ല. കുറേ ദിവസം ഞാൻ വിളിച്ച് അവിടെ ചെന്ന് ചോദിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ 1-2 സാറന്മാരൊക്കെ എനിക്ക് അനുകൂലമായിട്ട് അവരെന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. ഇവർ തന്നെ കൊടുക്കാനുള്ള എല്ലാ വഴിയും ഒപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ പേരിൽ
ഹോസ്പിറ്റലിൽ ജോലി കളയിപ്പിച്ചു. യുവതി അവതരണത്തിന് ശേഷം പീഡനത്തിനിരയായ യുവതി ഉന്നയിച്ച ആരോപണങ്ങൾ നിയമപരമായി നേരിടുമെന്ന് ലേക്ക് ഷോർ ആശുപത്രി വ്യക്തമാക്കി. ലേബർ കോടതിയുടെ പരിഗണനയിലുള്ള കേസായതിനാൽ കൂടുതൽ പ്രതികരിക്കാൻ കഴിയില്ലെന്ന് ലേക്ക് ഷോർ ആശുപത്രി HR പ്രദീപ് പണിക്കർ പറഞ്ഞു. അവിടുത്തെ ഒരു സ്റ്റാഫായിരുന്ന ഒരു സ്ത്രീയെ ഏജന്റിന്റെ പരാതിയിൽ പറഞ്ഞു വിട്ടു എന്നുള്ളതേ, അത് ഏജന്റിന്റെ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടാണെന്നൊരു വാർത്തയുണ്ടല്ലോ. അല്ല, അത് അവര് ലേബർ ഓഫീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഓർഗനൈസേഷനകത്തുള്ള സംഭവം അല്ലേ. അപ്പൊ ഇങ്ങനൊരു നടപടി ഉണ്ടായത് ശരിയാണ്? ആയിരിക്കുമല്ലോ. കാര്യം തന്നെ സ്ഥാപനത്തിനകത്തുള്ള ഇഷ്യൂ അല്ലേ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ ലേബർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ലേബർ ഓഫീസിന്റെ അടുത്ത്. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഈ വനിതയുമായി, ഈ സ്ത്രീയുമായി ആജ്ഞ സംസാരിച്ചിരുന്നു. അവരവരുടെ ഒരുപാട് ദുഃഖങ്ങൾ പങ്കുവച്ചു. ഇവർ പറഞ്ഞു വെക്കുന്നത് ഇത് വലിയൊരു തട്ടിപ്പിന്റെ കേന്ദ്രമാണ് ഈ ആശുപത്രി എന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ ജീവനക്കാരെ പോലും ഇത്തരത്തിൽ ഇരകളാക്കുക എന്ന് പറഞ്ഞാൽ, അതുമായി ബന്ധപ്പെട്ട് ഏജന്റുമാർ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അടുത്ത കാലത്തായി പുറത്തു വരുന്ന റാക്കറ്റുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം വേണ്ടിവരും. തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഈ ഇപ്പോൾ നമ്മളോട് വെളിപ്പെടുത്തിയ യുവതി നടത്തിയ പരാമർശങ്ങൾ കൊച്ചിയിലെ പല ആശുപത്രികൾക്ക് നേരെയും വിരൽ ചൂണ്ടുന്ന ഒന്നാണെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഈ ലേക്ക് ഷോർ ആശുപത്രി അല്ലാതെ കൊച്ചിയിലെ നിരവധി ആശുപത്രികളുടെ പേര് അവർ നമ്മളോട് തന്നെയുള്ള റിയാക്ഷൻ പരാമർശിച്ചു കണ്ടു. ഈ ആശുപത്രികളിലൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അവയവ മാറ്റ ശസ്ത്രക്രിയയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതിനകത്ത് ആശുപത്രിക്ക് വരുമാനമുണ്ട്. അതുപോലെ ഏജന്റുമാരാണ് ഈ തരത്തിലുള്ള അവയവം മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഡോണർമാരെ അല്ലെങ്കിൽ അവയവം ദാനം ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുന്നത്, അവരുമായുള്ള ഇടനിലക്കാരായി വർത്തിക്കുന്നത് ഈ ഏജന്റുമാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഏജന്റുമാരെ സംരക്ഷിക്കുന്നത് ആശുപത്രിക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഏജന്റിനെ പിന്തുണച്ചുകൊണ്ട് തന്റെ ജോലി കളയുന്ന സാഹചര്യത്തിലേക്ക് വന്നതെന്നാണ് യുവതി ആരോപിക്കുന്നത്. യുവതിയെ സംബന്ധിച്ചിട്ട് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരവിടുത്തെ സ്റ്റാഫായിരുന്ന കാലത്ത് തന്നെ ഈ ഒരു ഉദ്യമത്തിലേക്ക് താനും കൂടി നൽകിയാലോ എന്നൊരു ഇത് ചിന്തിക്കുകയും പിന്നീട് അത് അവരുടെ ആശുപത്രിയുടെ നോംസിന് എഗെയിൻസ്റ്റ് ആണ്. അതായത് സ്റ്റാഫിന് ഇത്തരത്തിൽ ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ പറ്റില്ല എന്നൊരു നോംസ് ലേക്ക് ഷോർ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നടക്കില്ല എന്നൊരു സാഹചര്യം വന്നു. അത് അവരുടെ തന്നെ അതോറിറ്റി അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഇവരുമായി ഈ ഏജന്റ് നിരന്തരം ബന്ധപ്പെടുകയും ഈ ഏജന്റ് പറഞ്ഞു പഠിപ്പിച്ചത്. ഇപ്പം വേറൊരു കാര്യം ശ്രദ്ധേയം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവം ദാനം ചെയ്തത് പണം പറ്റിക്കൊണ്ടായിരിക്കരുത് എന്നുള്ളൊരു ഇന്ത്യൻ നിയമം നിലനിൽക്കുകയാണ്. ഇവരുൾപ്പെടെയുള്ള ഈ ഇരകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇത്തരം കെണികളിൽ കൊണ്ട് ഈ ഏജന്റുമാർ ചാടിക്കുന്നത് എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയം. കാരണം അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അടുത്ത കാലത്താണ് അവയവ മാഫിയയുമായി ബന്ധപ്പെട്ട വലിയ ഒരു സംഘത്തെ പോലീസ് പിടികൂടിയത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. നിരവധി ഇരകൾ ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് ആജ്ഞ അവിടുത്തെ ജീവനക്കാരി പറഞ്ഞ പ്രധാനപ്പെട്ട വിവരങ്ങളടക്കം പുറത്തുവിടുന്നത്. അവയവക്കടത്ത് കേസിൽ അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ. കൂടുതൽ ഇരകളെ കണ്ടെത്താനാണ് അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചത്. കേസിൽ പിടിയിലായ സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. അവയവക്കടത്ത് കേസിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഈ അവയവ ദാതാക്കൾ എന്ന പേരിൽ ഇവർ കൂട്ടിയിരുന്ന ഈ സംഘം കടത്തിയിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നീങ്ങുന്നത്. ഇവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങളാണ് കൂടുതലായും നടക്കുന്നത്. പ്രതിയായ സബിത് നാസർ 20ഓളം പേരെ ഈ രീതിയിൽ അവയവത്തിന് വേണ്ടി മാത്രമായിട്ട് ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ മാത്രമാണ് മലയാളി എന്ന് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അത് മലയാളി ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അന്വേഷണ സംഘം ഏറെക്കുറെ അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ബാക്കിയുള്ളവരെ കേന്ദ്രീകരിച്ച് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഇതിൽ കൂടുതൽ പേര് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് എന്നും കൂടി സ്ഥിരീകരിക്കുന്നു. തമിഴ്നാട്ടിലെ തികച്ചും സാധാരണക്കാരായ ആളുകൾ, കൂടുതലും സ്ത്രീകളാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. താഴ്ന്ന വരുമാനക്കാരായ ഇവരെ പലതും പ്രലോഭിപ്പിച്ചുകൊണ്ട് പണം നൽകാമെന്ന്, വലിയ രീതിയിൽ പണം നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഈ സംഘം കെണിയിൽ വീഴ്ത്തുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവരിലേക്ക് എത്താൻ വൈകാതെ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ഈ റാക്കറ്റിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള സജിത ശ്യാം
ഇയാൾ ഈ കണ്ണിയിൽ ഇവിടെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന ആളാണ്. സാമ്പത്തിക കാര്യങ്ങളടക്കം ഇയാൾ നിയന്ത്രിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇയാളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മറ്റൊരാൾ കൊച്ചി സ്വദേശിയായ മധുവാണ്. ഇയാൾ ഇപ്പോഴും ഇറാനിൽ തന്നെ തുടരുന്നു എന്നതാണ്. ഇറാനിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ള നാസറിനൊപ്പം തന്നെയാണ്, സബിത്തിനൊപ്പം തന്നെയാണ് ഇയാൾ ഉണ്ടായിരുന്നത് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ രണ്ടു പേരും ചേർന്നാണ് കേരളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി കൂടുതൽ പേരെ ഈ അവയവ കടത്തിനു വേണ്ടി റിക്രൂട്ട് ചെയ്തത് എന്നതാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള ഈ മറ്റ് കണ്ണികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അവരിലേക്ക് കൂടി അന്വേഷണം ഉണ്ടാകും. വൈകാതെ കൂടുതൽ അറസ്റ്റുകൾ ഈ കേസിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഏജൻസികളടക്കം ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിന് പുറത്ത് ഇങ്ങനെയൊരു മാഫിയയുടെ ഭാഗമായി സംസ്ഥാനത്ത് നിന്നും അതോടൊപ്പം രാജ്യത്ത് തന്നെയുള്ളവർ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇവരെ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം തുടരുന്നുണ്ട്. അവർ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വൈകാതെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. അട്ടപ്പാടിയിൽ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് ഇല്ലാത്തതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ വീഴ്ച സംബന്ധിച്ച് കോട്ടത്തറ ആശുപത്രി സൂപ്രണ്ട്. ആംബുലൻസ് അപകടത്തിൽപ്പെട്ടതിനാൽ പോലീസിലെയും ആരോഗ്യവകുപ്പിലെയും നടപടികൾ വൈകിയെന്നാണ് വിശദീകരണം. കോട്ടത്തറ ആശുപത്രിയിൽ വെന്റിലേറ്റർ സൗകര്യമുള്ള 2 ആംബുലൻസുകളും തകരാറിലായതാണ് ഒമ്മല സ്വദേശിയായ ഫൈസൽ എന്ന 25-കാരന്റെ ജീവൻ നഷ്ടമാകാൻ കാരണം. ആരോഗ്യവകുപ്പാണ് മരണത്തിന് ഉത്തരവാദിയെന്ന് നാട്ടുകാർ ആരോപിച്ചു. വണ്ടിയുണ്ട്, വണ്ടി ഒരെണ്ണം ആക്സിഡന്റ് ആയിട്ടും ഒരെണ്ണം AC കംപ്ലൈന്റ് ഫസ്റ്റ്. അതിന് കുറച്ച് മേജർ വർക്കാണ്, അതിന്റെ സാങ്ഷൻസ് കാര്യങ്ങളുണ്ട്. അത് കിട്ടിയിട്ടേ ഉള്ളൂ. സപ്ലൈ വർക്ക് ഓർഡർ കൊടുത്തു. കുറച്ച് വലിയ വർക്കാണ് ഒരു വണ്ടിയുടെ. ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൂടുതൽ വർക്ക് വരുമെങ്കിൽ ഇതിന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാങ്ഷൻ അങ്ങനെ കാര്യങ്ങൾ വരും. സർക്കാർ വണ്ടികളുടെ കാര്യം പറയില്ല. KSRTC വണ്ടികൾ കിടക്കുന്നുണ്ടല്ലേ, സർക്കാർ ഡിപ്പാർട്ട്മെന്റിലുള്ള വണ്ടികൾ നിങ്ങൾ അവിടെ ഈ ഗവൺമെന്റ് അപ്രൂവ്ഡ് വർക്ക്ഷോപ്പ് ഉണ്ട് പാലക്കാട്. അവിടെ പോയി നോക്കി കാണാം. പോലീസിന്റെ വണ്ടി, എക്സൈസിന്റെ വണ്ടി ഇങ്ങനെ മാസങ്ങളായിട്ട് കിടക്കുന്നതാണ്. ഇതിന്റെ ഒഫീഷ്യൽ സംഭവങ്ങൾ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഇത് ഡെയിലി ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും സ്പീഡാക്കിയിട്ട് ഈ ആക്സിഡന്റിന്റെ എല്ലാം പേപ്പർ അത് പോലീസിന്റെ GD എൻട്രി ഉണ്ടായിരുന്നില്ല. അത് വേറെ വിദഗ്ധമായ ചികിത്സ വേണമെന്ന് പറഞ്ഞിട്ട് ആംബുലൻസ് വരാനായിട്ട് അവിടെ ആംബുലൻസിന്റെ സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. 8-9 മാസമായിട്ട് ഈ IC സൗകര്യമുള്ള ആംബുലൻസ് ഇല്ല അവിടെ. 8-9 മാസമായിട്ട് എന്തോ സാങ്കേതിക കാരണങ്ങളാൽ അത് ഓടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ടാണ്. 3 മണിക്കൂറിന് ശേഷമാണ് ഞാൻ അട്ടപ്പാടി ഒമ്മലയിലാണ്. 3 മണിക്കൂറിന് ശേഷമാണ് ഇവിടുന്ന് ഒറ്റപ്പാലത്തിന് വണ്ടി വന്നിട്ടാണ് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അപ്പോഴത്തേനും ഒരുപാട് ബ്ലഡ്, ഈ കൊണ്ടുവന്ന വണ്ടിയിൽ തന്നെ ബ്ലഡ് ഒരുപാട്, ഒരു ബ്ലഡ് ബാങ്കിൻ്റെ സൗകര്യം അങ്ങനെ ഒന്നുമില്ല. ബ്ലഡ് കയറ്റാൻ ഒന്നിനും ഒരു സൗകര്യങ്ങളില്ല അവിടെ. അത്രയും ബുദ്ധിമുട്ടിയിട്ട് 3 മണിക്കൂറിന് ശേഷമാണ് നമുക്കിവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. 6 മണി കഴിഞ്ഞാണ് അവിടെ വണ്ടി എത്തുന്നത്. ഒരു വണ്ടി സൗകര്യമില്ല, ആംബുലൻസ് സൗകര്യമില്ല. ആംബുലൻസ് ഉള്ള സാങ്കേതിക കാരണങ്ങളാണെന്നാണ് പറയണത്. നമ്മൾ ചോദിക്കുമ്പോൾ പറയണത് 2 ആംബുലൻസ് ഇപ്പോൾ 8-9 മാസം അത് ഓടുന്നില്ല അത്രേ. അത് സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിവെച്ചിരിക്കുക അത്രേ. നമുക്കിത് അറിയില്ലല്ലോ. നമ്മളൊരു രോഗിയായിട്ട് ചെല്ലുമ്പോഴത്തേന് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയണ്ടേ. വേറെ നല്ല ചികിത്സ കൊടുക്കാനുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല ആംബുലൻസ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. അല്ല സാധാരണ വണ്ടിയിൽ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. ആരോഗ്യവകുപ്പിന്റെ കടുത്ത വീഴ്ചയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രധാനമായും ഈ 2 ആംബുലൻസുകൾ, വെന്റിലേറ്റർ സൗകര്യമുള്ള 2 ആംബുലൻസുകൾ കട്ടപ്പുറത്തായിട്ട് മാസങ്ങളായി. പക്ഷേ ഇതുവരെയും ഇതിന്റെ തകരാറുകൾ പരിഹരിച്ച് കൊണ്ടുവന്ന് ഇത് പ്രവർത്തന സജ്ജമാക്കാൻ ആരോഗ്യവകുപ്പിനും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ അനാസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും അട്ടപ്പാടി സ്വദേശിയായ ഒമ്മല ഫൈസലിന്റെ മരണത്തോടുകൂടി അത് നമുക്ക് വ്യക്തമായിരിക്കുന്നു. കാരണം ആദിവാസികൾ ഉൾപ്പെടെയുള്ള ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് അട്ടപ്പാടി. ഇവിടെ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയാണുള്ളത്. ഇത് കഴിഞ്ഞ 2 മാസം മുമ്പ് താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റിയെങ്കിലും ഇത്തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഇന്നലെ 3 മണിക്കൂർ കഴിഞ്ഞ് 3 മണിക്കൂറോളം ഇയാൾക്ക് ഇവിടെ അതായത് ഫൈസലിന് പരിക്ക് പറ്റിയതിന് ശേഷം കോട്ടത്തറ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും ഈ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനുള്ള വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് എത്താൻ 3 മണിക്കൂറാണ് വൈകിയത്. ഒറ്റപ്പാലത്ത് നിന്ന് ആംബുലൻസ് കൊണ്ടുവരികയും അത്
ഇതിൽ അട്ടപ്പാടിയിലെത്തുകയും അട്ടപ്പാടിയിൽ നിന്ന് പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിമധ്യേ മണ്ണാർക്കാട് വെച്ചിട്ടാണ് വട്ടമ്പലം, ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ആശുപത്രി വട്ടമ്പലം വെച്ചാണ് അതീവ ഗുരുതരാവസ്ഥയിലാവുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു മരണം. ഈ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിച്ചതാണ്. പക്ഷേ ഈ ആംബുലൻസ് സൗകര്യം ഇവിടെ വില്ലനായി നിന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഫൈസലിൻ്റെ ജീവനെടുത്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൽ നിന്ന് അധികൃതർക്ക് ഒരു കാരണവശാലും അധികൃതർക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഇത് അധികൃതരുടെ നിഷ്ക്രിയത്വത്തിൻ്റെ ഫലം തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം അട്ടപ്പാടി പോലുള്ള ഒരു സ്ഥലത്ത്, ആ ഒരു മലയോര മേഖലയിൽ അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായ ഒരു ആശുപത്രി സംവിധാനം എന്നുള്ളത് കോട്ടത്തറ ട്രൈബൽ ആശുപത്രി മാത്രമാണ്. ഇവിടെ ആധുനിക ചികിത്സാ സംവിധാനം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി സംഭവങ്ങൾ, നിരവധി പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന മരണങ്ങളും മറ്റ് മാതൃശിശു നിരക്ക് നമുക്ക് മരണനിരക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അട്ടപ്പാടി മറ്റ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള അധികൃതരുടെ ആരോഗ്യ വകുപ്പിൻ്റെ അനാസ്ഥ വ്യക്തമാക്കുന്നത്. എന്തായാലും 6 ആംബുലൻസുകൾ ഇവിടെയുണ്ട്. ഇതിൽ 2 വെന്റിലേറ്റർ സൗകര്യമുള്ള 2 കട്ടപ്പുറത്തായതോടുകൂടിയാണ് ഇങ്ങനെയൊരു ദുരവസ്ഥ. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ചികിത്സാ പിഴവുണ്ടായോ എന്ന് അന്വേഷിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. അടുത്ത മാസം 1 ബോർഡ് യോഗം ചേർന്ന് കേസ് പരിശോധിക്കും. 4 വയസ്സുകാരിക്ക് കൈവിരലിന് പകരം നാവിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയ സംഭവത്തിലാണ് അന്വേഷണം. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അപേക്ഷ പ്രകാരമാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ വിദഗ്ധരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചത്. തൃപ്പൂണിത്തുറയിൽ അമ്മയെ പുറത്താക്കി മകൾ വീട് പൂട്ടിപ്പോയ സംഭവത്തിൽ ഇടപെട്ട നാട്ടുകാർക്കെതിരെ പോലീസ് കള്ളക്കേസെടുക്കുന്നതായി പരാതി. വീടിന്റെ വാതിൽ പൊളിച്ച് അമ്മയെ അകത്ത് പ്രവേശിപ്പിച്ച CPM പ്രവർത്തകർ ഉൾപ്പെടെ നാട്ടുകാരായ 50 പേർക്കെതിരെയാണ് ഭവനഭേദനം, മോഷണം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി മരട് പോലീസ് കേസെടുത്തത്. CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് കള്ളക്കേസ് എന്നാണ് ആരോപണം. കേസെടുത്തതിൽ പ്രതിഷേധിച്ച് CPM ബ്രാഞ്ച് അംഗങ്ങൾ പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. വാർത്ത റിപ്പോർട്ട് ചെയ്ത ന്യൂസ് 18 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കും പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സരോജിനി അമ്മയെ വീടിന് പുറത്താക്കിയ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18 ആണ്. ഒരാളെ സഹായിക്കാൻ, ഒരു വയോധികയായ ഒരു മാതാവിനെ സഹായിക്കാൻ എത്തിയ നാട്ടുകാർക്കെതിരെ ഇത്തരത്തിൽ കള്ളക്കേസ് കൊടുക്കുന്നത് എന്നൊരു കാര്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ദൃക്സാക്ഷിയായിരുന്നതും പിന്നീട് കേസിലും കൂടി ഉൾപ്പെട്ട ഈ സമീപവാസി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, അന്ന് എന്ത് കേസായിരുന്നു ചേട്ടനെതിരെ എടുത്തിരുന്നത്? വീട് കുത്തിപ്പൊളിച്ച് അകത്ത് കയറി അലമാരി തുറന്ന് അതിനകത്ത് നിന്നും സ്വർണം മോഷ്ടിച്ചെന്ന് പറഞ്ഞ രീതിയിലാണ് എന്നെ കേക്ക്. അവർക്ക് എന്നോടുള്ള ദേഷ്യം അവരുടെ അമ്മേനെ എൻ്റെ വീട്ടിലാണ് താമസിപ്പിച്ചത്. ഇവിടെ വന്നിട്ട് വീട്ടിലഞ്ഞിട്ട് 10 ദിവസം എൻ്റെ വീട്ടിലാണ് നിന്നത്. ആ ദേഷ്യം തീർത്തേക്കണം എന്നോട്. ഞാൻ ഈ കാലത്തും വൈകുന്നേരവും പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിനെ വിളിക്കാറുണ്ട്. ഈ വന്ന് 2ാമത്തെ ദിവസം തുടങ്ങി വിളിക്കണേന്. കാരണം ഈ അമ്മ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് വിളിക്കണേ. വിളിക്കുമ്പം എല്ലാ ദിവസവും പറഞ്ഞത് ചർച്ച നടക്കണേന്ന് പറഞ്ഞു. ഇവിടെ ഡ്യൂട്ടിക്ക് വന്ന ആൾക്കാരാണ് പറഞ്ഞത്, നിങ്ങൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞു എന്നെ വക്കീലെ കണ്ടിട്ട് വക്കീലെ കാണാൻ പറഞ്ഞു പോയി. ഈ ചില വ്യക്തികൾ പാർട്ടിയുടെ പിൻബലത്തിൽ ഉന്നതരിലേക്ക് ഇത്തരത്തിലൊരു കള്ളക്കേസ് കൊടുക്കാൻ പോലീസിനെ പ്രേരിപ്പിക്കുന്നു. അതിന് ഇരയാകുന്നത് ഈ കുറച്ച് നല്ലവരായ പാവപ്പെട്ട നാട്ടുകാരാണ്. ഞങ്ങള് എന്റെ അനിയന്റെ വീട്ടിലാണ് ഈ അമ്മ 10 ദിവസം താമസിച്ചത്. അപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്ത് പോലീസുകാർ വളരെ അനുകമ്പയോടുകൂടിയാണ് ഞങ്ങളോട് പെരുമാറിയത്. പക്ഷേ ശനിയാഴ്ച ഞങ്ങൾ പരാതി കൊടുത്തു. ഞായറാഴ്ച ഈ അമ്മ അവിടെ വന്നപ്പോൾ ഈ അമ്മയുടെ മൂത്ത മോളും 2 പിള്ളേരും അവിടെ എത്തിയില്ല. പോലീസ് അവർ നേരിട്ട് 2ാമത്തെ മോളെ വിളിച്ചു പറഞ്ഞതാണ്, ഇങ്ങനൊരു പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ വന്നില്ല. അപ്പോൾ ഞങ്ങൾ പോലീസുകാരുടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത് പാർട്ടി നേരത്തെ ഇടപെട്ടിട്ടുണ്ട്, അവർ വരില്ല, നിങ്ങൾ നിയമപരമായി പോയിക്കൊള്ളാൻ പറഞ്ഞു. ആ അമ്മ തന്നെയാണ് കുത്തി തുറന്ന് അകത്ത് കയറിയത്. അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടെയുള്ള ഞങ്ങൾ ഒന്ന് വഴി കൂടി പോയി തുമ്മിയ ആൾക്കാരെ പോലെയും അവർ പോലീസുകാർ പ്രതിയാക്കി. സരോജിനി അമ്മയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി ഒരു അറിവുമില്ല, പക്ഷെ ഇതിലെ കൂടി പോകുന്ന നാട്ടുകാർ, എനിക്ക് അതൊന്നും അറിയില്ല. പക്ഷെ എന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതെനിക്ക് തെളിയിക്കണം. എനിക്ക് ഇങ്ങനെ എത്ര രാത്രി ഉറങ്ങാതിരിക്കണമെന്നറിയാമോ? എന്റെ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് പേടിച്ചവള് അവളൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കിയേക്കണതാ.
അറിയോ എന്തിനാണ് ഞങ്ങളന്ന് ശിവന്റെ അമ്പലത്തിൽ നിൽക്കണായിരുന്നു. ഇവിടെ പത്രസമ്മേളനം കൂടുമ്പോ മഹാദേവന്റെ അമ്പലത്തിൽ കൊടികുത്തും ഞായറാഴ്ച കൊടിയേറ്റ് വരുന്നത്. അത് തൊഴിലേച്ചും വരുമ്പോഴാണ് ഇവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നത് ഞാൻ കണ്ടത്. ഞാനും എന്റെ മോന്റെ കൂട്ടുകാരനും കൂടി അപ്പൊ തന്നെ സിനിമക്ക് പോവുകയും ചെയ്ത്. എന്തോരം ചീത്ത ഇവിടെ വന്നെന്ന് പറഞ്ഞറിയോ. എനിക്ക് ആകെ ഒരു കുഞ്ഞേ ഉള്ളു. എന്റെ കുഞ്ഞ് എന്തോരം വിഷമിക്കണ്ടെന്നറിയാമോ. എന്തോരം അവളോട് ചീത്ത പറഞ്ഞ് വെട്ടും കൊല്ലും എന്നൊക്കെ പറഞ്ഞ അവള് വന്ന് ഞാൻ ഒരക്ഷരം കിരുവിളി ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഞാൻ ഈ അമ്മയുടെ വിഷമം അത് ഈ നാട്ടുകാർക്ക് എല്ലാവരും ഉള്ള ഒരു അഭിപ്രായം തന്നെയാണ്. എല്ലാവരെയും കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ്. 50 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് എന്താണ് ഇവർക്ക് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഒരു പാർട്ടിയിലെ ചില വ്യക്തികളുടെ പിൻബലത്തിലാണ് പോലീസിനെ ഉപയോഗിച്ച് ഇത്തരത്തിൽ പ്രതികാര നടപടികൾ ചെയ്യുന്നതെന്നാണ് ഒരു നാട് ഒന്നടങ്കം, ഒരു നാട്ടുകാർ ഒന്നടങ്കം വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ സംവിധാനം, ജില്ലാ സെക്രട്ടറി അടക്കം അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലൊരു പ്രവൃത്തി ഇവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നതെന്നാണ് ഇനിയും വ്യക്തമാകേണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ DNA പരിശോധന നടത്താൻ അന്വേഷണ സംഘം. പീഡിപ്പിച്ചത് പ്രതിയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനാണിത്. പ്രതി കുടക് സ്വദേശി PA സലിമിന്റെ രക്തവും മുടിയും ശേഖരിക്കാൻ ഹൌസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും. പ്രധാനമായും പ്രതിക്കെതിരെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇതിനായി ഇയാളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടായിരിക്കും നാളെ ഹോസ്ദുർഗ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകുക. ഇയാളുടെ DNA പരിശോധന നടത്താനുണ്ട്. ഒപ്പം രക്തവും മുടിയും ശേഖരിക്കാനുണ്ട്. ഇത്തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരിക്കും പോലീസ് ഇയാളുടെ കസ്റ്റഡി അപേക്ഷ നൽകുക. ഇന്നലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് റിമാൻഡിലാണ് ഈ പ്രതി. ഇതിനിടയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പോലീസ് പറയുന്നത് ഇയാൾ നേരത്തെയും സമാനമായ കേസിൽ പ്രതിയാണ്, അതായത് പോക്സോ കേസിൽ പ്രതിയാണ്. മാത്രമല്ല ഇയാൾ കവർച്ചാ കേസുകളിലും പ്രതിയാണ്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പത്തെ ദിവസങ്ങളിൽ ഇയാൾ 2 വീടുകളിൽ കവർച്ച നടത്തിയിരുന്നു. ഇതിന് പുതുതായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇയാൾ രാത്രി കാലങ്ങളിൽ തിരിഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ജാമ്യം നൽകരുത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പോലീസ് പറയുന്നത്. എന്തായാലും ഇയാൾ സംഭവ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടപടികളൊക്കെ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഇതിൽ ഈ കുട്ടിയുടെ കമ്മൽ ഇയാൾ കൂത്തുപറമ്പുള്ള ഒരു ജ്വല്ലറിയിലാണ് വിൽപ്പന നടത്തിയത്. ആ ജ്വല്ലറിയിൽ ഇയാളെ എത്തിച്ച തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട ഒരു സാക്ഷി കൂടിയാണ് ഈ ജ്വല്ലറി ഉടമ. അതുപോലെ തന്നെ മറ്റ് ചില സാക്ഷികളെ കൂടി ഇത്തരത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് പ്രധാനമായി പ്രതിയെ കസ്റ്റഡിയിൽ പോലീസിന് കിട്ടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളുമായി ആണ് ഏതായാലും പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇയാൾ ധരിച്ച വസ്ത്രം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. ആ പരിശോധനയും കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഉണ്ടാകും. എന്തായാലും ഈ മാസം 15-ാം തീയതിയാണ് ഇത്തരത്തിൽ പടന്നക്കാട്ട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. അതിനുശേഷം ഇയാൾ കണ്ണൂരിലേക്ക് കടക്കുകയായിരുന്നു. അവിടെ നിന്നും ബംഗളൂരുവിലും പിന്നീട് മഹാരാഷ്ട്രയിലും ഏറ്റവും ഒടുവിലായി ആന്ധ്രാപ്രദേശിലേക്കും എത്തുന്ന സാഹചര്യമുണ്ടായത്. അവിടെ നിന്നും ഉണ്ടായ 2 ഫോൺ കോളുകളാണ് ഈ കേസിൽ ഈ പ്രതിയെ പിടികൂടാൻ സഹായകമായത്. ഇയാളുടെ ബന്ധുവിനെ ഇയാൾ ഇത്തരത്തിൽ ഫോൺ വിളിക്കുകയും ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും തെളിവെടുപ്പിനിടെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇയാൾക്കെതിരെ ഇന്നലെ ഉണ്ടായത്. ഏതായാലും പ്രധാനമായും ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന എന്നത് പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി മറ്റ് ഇടങ്ങളിൽ കൊണ്ടുപോയുള്ള തെളിവെടുപ്പുകളും ഈ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് മുറക്ക് പോലീസ് ഏതായാലും നടത്തും. ഇയാൾക്ക് മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലും ചോദ്യം ചെയ്യലും ഉണ്ടാകും. അത്തരത്തിൽ ഈ കേസിൽ കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് പഴുതുകൾ അടച്ച് അത്തരത്തിലുള്ള കുറ്റപത്രം സമർപ്പിക്കുക എന്നാണ് പോലീസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതിനായാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ ഇപ്പോൾ വാങ്ങാൻ അപേക്ഷയും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി. KSU സംസ്ഥാന ക്യാമ്പിൽ സംഘർഷം. നെയ്യാർ ഡാം രാജീവ് ഗാന്ധി സ്റ്റഡി സെന്ററിൽ നടന്ന ക്യാമ്പിലാണ് ഇന്നലെ അർദ്ധരാത്രി സംഘർഷമുണ്ടായത്. KSU മണ്ഡലം ഭാരവാഹിയായ പാറശാല സ്വദേശി സുജിത്തിന് സംഘർഷത്തിൽ പരിക്കേറ്റു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ KSU സംസ്ഥാന ക്യാമ്പ് പിരിച്ചുവിട്ടേക്കും. സംഘർഷത്തെക്കുറിച്ച് KPCCയുടെ 3-അംഗ സമിതി അന്വേഷണവും നടത്തും. നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി സ്റ്റഡി സെന്ററിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്നുവന്ന KSUവിന്റെ സംസ്ഥാന പഠന ക്യാമ്പിലാണ് ഇന്നലെ അർദ്ധരാത്രി സംഘർഷം ഉണ്ടായത്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഭാരവാഹികളും
പങ്കെടുത്ത കലാപരിപാടികൾ ഉൾപ്പെടെ നടക്കുന്നതിനിടയിലാണ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയും പിന്നീട് അത് സംഘർഷത്തിലേക്ക് വഴിവെക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്ന ക്യാമ്പിൽ എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികൾ നടക്കുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇന്നലെ രാത്രി നടന്ന ആ കലാപരിപാടികൾ അത് പിന്നീട് വലിയ തരത്തിൽ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും വഴിമാറുകയായിരുന്നു. അർദ്ധരാത്രി വരെ ഈ സംഘർഷം നീണ്ടു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനിടയിലാണ് പാറശാലയിൽ നിന്നുള്ള KSUവിന്റെ മണ്ഡലം ഭാരവാഹിയായ സുജിത്തിന്റെ വെയിൻ അറ്റുപോകുന്ന തരത്തിൽ ഗ്ലാസിന്റെ ചില്ലുകൊണ്ട് പരിക്കേറ്റത്. ഈ പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നതിനിടയിൽ സുജിത്തിന്റെ കൈ ചില്ലിലിടിച്ച് ചില്ല് ശരീരത്തിലേക്ക് തുളച്ച് കയറുകയായിരുന്നു. ഇയാളെ തിരുവനന്തപുരം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരിക്കുകയാണ്. എന്തായാലും അടിയന്തരമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ 3 KPCC ഭാരവാഹികളെ ഈ സമിതിയുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. KPCC ഭാരവാഹികളായ പടകുളം മധു, MM നസീർ, AK ശശി തുടങ്ങിയവരാകും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി KPCC അധ്യക്ഷന് റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഈ വീഴ്ച വരുത്തിയ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ പാർട്ടി നേതൃത്വം ധാരണയിലേക്ക് എത്തുക. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ മാത്രമാണ് മഴ അലർട്ടുകളുള്ളത്. 4 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അതേസമയം തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു, മരിച്ചു. ജ്വാല, ലക്ഷ്മി, മേഘ എന്നിവരാണ് മരിച്ചത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, വലിയ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഈ മഴയുടെയൊക്കെ സമയമാണ്. അപകടകരമായ നിലയിലായിരുന്നോ പുഴയുടെ കാര്യങ്ങൾ? രഞ്ജിത്ത്, ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഈ 5 അംഗ സംഘം പെൺകുട്ടികൾ, അവർ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ് ഈ 5 പേരുമെല്ലാം അവരിവിടേക്ക് കുളിക്കാൻ എത്തിയത്. ആദ്യം ഈ പുഴയുടെ തീരത്ത് ഇതിന്റെ ഒരു കൈവഴിയാണ്, വലിയ രീതിയിലൊരു ആഴം തോന്നിക്കാത്ത സ്ഥലങ്ങളാണ്. പക്ഷെ പലയിടങ്ങളിലും തന്നെ കുഴികളുണ്ട്, കക്കവാരൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഈ കുട്ടികളും ഒരു വീട്ടിൽ അവധിക്കാലം എന്ന രീതിയിലേക്ക് വരികയും അവരങ്ങനെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് ആ തീരത്ത് തന്നെയായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരാൾ വെള്ളത്തിലേക്ക് താഴുകയായിരുന്നു. പിന്നീട് പരിഭ്രാന്തരായ ഇവരെല്ലാവരും തന്നെയും നീന്തി കരക്കടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് പലരും ഈ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായത്. സമീപത്തെ കക്കവാരലിൽ ഏർപ്പെട്ടിരുന്നവരെല്ലാം ഉടൻ തന്നെ എത്തുകയും രക്ഷാപ്രവർത്തനത്തിലേക്ക് വരികയും എല്ലാം തന്നെ ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ഈ 2 പെൺകുട്ടികൾ അവരെ പുഴയിലേക്ക് മുങ്ങിപ്പോവുകയായിരുന്നു. പിന്നീടാണ് ഇവരെ ഇവിടേക്ക് പിന്നീട് കണ്ടെടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോഴേക്കും ഫയർഫോഴ്സും എല്ലാം വിവരമറിഞ്ഞ് എത്തുകയും ചെയ്തു. ഈ 2 പെൺകുട്ടികളെയും അവിടുന്ന് കണ്ടെടുത്തെങ്കിലും അവരെ തീർത്തും അത്യാസന്ന നിലയിലായിരുന്നു. ഒരാൾ അപ്പോഴേക്കും തന്നെ മരിച്ചിരുന്നു, മറ്റൊരാൾ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴാണ് മരണപ്പെടുന്നത്. 5 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു. ഇവരെ തൊട്ട് അടുത്ത വീടുകളിൽ താമസിക്കുന്നവരും ചിലർ ബന്ധുക്കളുമെല്ലാമായിരുന്നു. അവധിക്കാലം ചിലവഴിക്കാൻ എത്തിയതായിരുന്നു ബന്ധുവീടുകളിലേക്ക് എത്തിയവർ. ഇത് ഇന്ന് രാവിലെ ഇവിടെ പുഴയിലേക്ക് എത്തുകയായിരുന്നു. അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന കണക്കൻ കടവ് ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉണ്ട്. അത് പെട്ടെന്ന് തുറന്നതായി തന്നെ നാട്ടുകാർ പറയുന്നുണ്ട്. പുഴയിൽ പെട്ടെന്ന് വെള്ളവും ഒഴുക്കും കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് ഈ തീരത്തുണ്ടായിരുന്ന കുട്ടികൾ വെള്ളത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നെല്ലാം ആ പരിസരത്തുണ്ടായിരുന്നവർ പറയുന്നു. എന്തായാലും 2 പേര് ഈ സംഭവത്തിൽ 2 പെൺകുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു. ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സ്ഥലത്ത് ഈ നേരത്തെയും ഈ അപകട സാധ്യതയുള്ള ഒരു സ്ഥലങ്ങളിൽ പെടുന്നതാണ് ഈ ചാലക്കുടി പുഴയുടെ കൈവഴികളെല്ലാം തന്നെയും. വലിയ രീതിയിൽ ഒഴുക്ക് ഉള്ളതെല്ലാം പ്രദേശമാണ്. പക്ഷെ പെട്ടെന്ന് ഇതറിയാതെ വന്നെത്തുന്നവരാണ്. പരിസരവാസികളാണെങ്കിൽ കൂടിയും ഇവരങ്ങനെ ഈ പുഴയിലേക്കും പരിസരത്തിലേക്കും എത്തുന്നവരല്ല. ഇതിന് ഇടയിലുള്ള കുഴികളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും ആർക്കുമില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നത് അത് തന്നെയാണ്. പുറമേ നോക്കുമ്പോൾ വലിയ ഒഴുക്കില്ലാത്ത ഒരു പുഴയാണെങ്കിലും ഇതിൽ അപകട സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലമാണ്. നീരൊഴുക്കുമെല്ലാം തന്നെ പലപ്പോഴും ശക്തമായിട്ട് തുടരുന്ന ഒരു സാഹചര്യമാണെന്ന് പറഞ്ഞു. എന്നിവരാണ് മരിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നു. ഇന്ന് അർദ്ധരാത്രിയോടെ ചുഴലിക്കാറ്റ് ബംഗാളിലെ തീരം തൊടുമെന്നാണ് സൂചന. ചുഴലിക്കാറ്റിനെ തുടർന്ന് കൊൽക്കത്ത വിമാനത്താവളം അടച്ചു. നിരവധി തീവണ്ടികളും റദ്ദാക്കിയിട്ടുണ്ട്. സുവി വിവരങ്ങൾ പങ്കുവെക്കും. സുവി, മറ്റൊരു ചുഴലിക്കാറ്റ് കൂടി
സമീപിക്കുകയാണ്. എന്തൊക്കെയാണ് ജാഗ്രതകൾ, നിർദ്ദേശങ്ങൾ? രഞ്ജിത്ത്, റിമാൽ ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടുകൂടിയാണ് തീരം തൊടുക എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് റിമാൽ ബംഗ്ലാദേശിനും ബംഗാളിനും ഇടയിൽ ആണ് ഇത് തീരം തൊടുക. കേക്പുര, സാഗർ ഐലൻഡിനും കേക്പുരയ്ക്കും ഇടയിലാണ് ഇത് കര തൊടുക എന്നാണ് പറയുന്നത്. ഏതായാലും ശക്തമായ മുന്നൊരുക്കങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടത്തിയിരിക്കുന്നത്. ശക്തമായ കാറ്റുണ്ടാകും, നല്ല മഴയുണ്ടാകും, കനത്ത മഴ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര യോഗം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് വിളിച്ചിരുന്നു. അതിനുശേഷം നേവിയുടെ നേതൃത്വത്തിൽ വലിയ മുൻകരുതലുകൾ ഇവിടെ എടുക്കുന്നുണ്ട്. ഷിപ്പുകൾ, ഈ അടിയന്തര സാഹചര്യം നേരിടാനുള്ള ഷിപ്പുകളും അതുപോലെ തന്നെ വിമാനങ്ങളും ഇവിടെ തയ്യാറാണ്. ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഈ തീരത്ത് വേലിയേറ്റം പോലെ വലിയ തോതിൽ ഈ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കരുതുന്നത്. ഏതായാലും ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റമാൽ ചുഴലിക്കാറ്റിന്റെ ഒരു ദിശ നിലവിൽ പറയുന്നത് ഇത് ബംഗാളിനും ബംഗ്ലാദേശിനും ഇടയിൽ കരതൊടും എന്നാണ് പറയുന്നത്. എങ്കിൽ കൂടിയും അതിനെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. അത് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം കൊൽക്കത്ത വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ്. 88 അന്താരാഷ്ട്ര വിമാനങ്ങൾ ഉൾപ്പെടെ 384 സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നിരവധി യാത്രക്കാർ ഇതുവഴി കടന്നു വരുന്നതാണ്. 63,000-ഓളം യാത്രക്കാരെ ഇത് ബാധിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നിരവധി ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു, തീവണ്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ രാജ്യം മറ്റൊരു ദുരന്തത്തെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് എന്ന് തന്നെ നമുക്ക് ഈ നിമിഷം പറയേണ്ടി വരും. നേരത്തെ ഈ മഴയും കൊടുങ്കാറ്റും നേരത്തെ ഉണ്ടായത് ഈ കേരള തീരത്തുകൂടിയാണ് ഈ ചുഴലിക്കാറ്റിന്റെ ദിശ കടന്നുപോയത്. ആ സമയത്ത് കേരളത്തിൽ കനത്ത മഴയും മറ്റും ഉണ്ടായിരുന്നു. ഇനിയും ഈ മഴ, അതായത് ബംഗാൾ സമീപ പ്രദേശങ്ങളിൽ കനത്ത മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. നിലവിൽ പെരിയാറിന് പുറമെ കുണ്ടന്നൂരിലും കൂടുതൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. കായലിലും കൂട് കൃഷി നടത്തിയിരുന്ന ഇടങ്ങളിലുമാണ് മീനുകൾ ചത്തുപൊങ്ങിയത്. നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കർഷകർ രംഗത്ത് വന്നു. വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മരട് നഗരസഭ വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചിട്ടുണ്ട്. പെരിയാറിൽ വിഷവാതക സാന്നിധ്യം സ്ഥിരീകരിച്ച കുഫോസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് കൂടുതൽ നടപടികൾക്കും സാധ്യതയുണ്ട്. പെരിയാറിന് പിന്നാലെയാണ് പെരിയാറിലെ മത്സ്യക്കുരുതി, അതിലെ നടപടികൾ പുരോഗമിക്കുകയാണ്. നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് ചർച്ചകൾ പോകുന്നതിനിടെയാണ് ഇപ്പോൾ കുണ്ടന്നൂരിൽ മത്സ്യ കർഷകർക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ കുണ്ടന്നൂരിൽ ഇതുപോലെ കൂട് കൃഷി നടത്തുന്ന മത്സ്യ കർഷകരുടെ ഫാമുകളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപോകുന്നു. സമാനമായ ഒരു അന്തരീക്ഷം തന്നെയാണ് പെരിയാറിന് സംഭവിച്ചതുപോലെ തന്നെ അതിൽ വലിയ രീതിയിൽ കൂട് കൃഷി നടത്തിയിരുന്ന സംഘങ്ങളുണ്ട്. ചെറുപ്പക്കാരുടേതായ സംഘങ്ങൾ ചേർന്ന് പലയിടങ്ങളിലായി ഇതുപോലെ തന്നെ കൂടുകൃഷി നടത്തുന്നതാണ്. മരട് നഗരസഭ തന്നെ ഇതിൽ വലിയ പ്രോത്സാഹനം നൽകിയിരുന്നു. നഗരസഭയും സഹകരണത്തോടുകൂടി സബ്സിഡിയോടുകൂടി നടത്തുന്ന കൂടുകൃഷി സംഘങ്ങളുണ്ട്. ഇവിടങ്ങളിലെല്ലാം വളർച്ചയെത്തിയ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങുന്നത്. കരിമീനും കാളാഞ്ചിയും തിലോപ്പിയും ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്നലെ വലിയ രീതിയിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് കുറേയൊക്കെ മാറ്റിയിരുന്നു. ഇപ്പോഴും അത് തന്നെ തുടരുന്നൊരവസ്ഥയാണുള്ളത്. വലിയ ആശങ്കയിലാണ് കർഷകർ. ഇന്നലെ കുഫോസിൽ നിന്നുള്ള സംഘമടക്കം എന്താണ് ഇതിൽ സംഭവിച്ചത്, എന്താണ് ഇതിന്റെ കാരണമെന്ന് ഇതുവരെ വ്യക്തമല്ല. പെരിയാറിന് സമാനമായ രീതിയിലുള്ള അവസ്ഥ ഇവിടെ ഉണ്ടായിപ്പോഴാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ വിവിധ അന്വേഷണ റിപ്പോർട്ടുകൾ തമ്മിൽ അന്തരമുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് മന്ത്രി പി രാജീവ്. കൂടുതൽ പരിശോധന വേണമെങ്കിൽ നടത്തും. വീഴ്ച ഉണ്ടെങ്കിൽ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. കോട്ടയത്ത് പക്ഷിപ്പനി പടർന്ന മണർകാട് മേഖലയിലെ 9,691 പക്ഷികളെ ദയാവധം ചെയ്ത് സംസ്കരിച്ചു. 9,680 മുട്ടയും 10,298 കിലോ കോഴിത്തീറ്റയും 57 ടൺ വളവും ശാസ്ത്രീയവുമായി മറവ് ചെയ്തു. ഈ മേഖലയിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മുട്ട, ഇറച്ചി ഉൾപ്പെടെയുള്ളവയുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. കോട്ടയം മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ ഫാമിലായിരുന്നു സംഭവം. അതായത് സർക്കാരിന് കീഴിലുള്ള ഫാമിലാണ് ഈ സംഭവം ഉണ്ടായത്. 2 ദിവസം മുൻപാണ് ഭോപ്പാലിലെ ലാബിൽ നിന്ന് ഇത് സ്ഥിരീകരിച്ചത്. തുടർന്ന് ഈ കള്ളിംഗ് പ്രവർത്തനത്തിലേക്ക് കടക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കള്ളിംഗ് പ്രവർത്തനങ്ങൾ നടന്നത്. ഏതാണ്ട് 9,000-ഓളം കോഴികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനെ പൂർണ്ണമായും കൊന്നൊടുക്കുക, ഒപ്പം തന്നെ ഏതാണ്ട് 1 കിലോമീറ്റർ പരിധിയിലുള്ള പക്ഷികൾ
പ്രാണികളെ ഉൾപ്പെടെ കൊന്നൊടുക്കുക എന്നതാണ് ഈ മൃഗസംരക്ഷണ വകുപ്പ് മുന്നിൽ വെച്ച ഒരു തീരുമാനം. കാരണം ഇതിനപ്പുറത്തേക്ക് ഇതൊരു ഫാം ഉള്ളിലായതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന വിലയിരുത്തലാണ് ഉള്ളത്. സാധാരണഗതിയിൽ താറാവുകളിലൊക്കെയാണ് കോട്ടയം ജില്ലയിൽ അങ്ങനെ ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് H5N1 ഇനത്തിൽപ്പെട്ട പനിയാണെന്നാണ് കഴിഞ്ഞ ദിവസം ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചത്. ഈ താറാവുകൾ കല്ലറ ഭാഗത്തൊക്കെ വെച്ചൂർ ഭാഗത്തൊക്കെ സ്ഥിരമായി എല്ലാ വർഷവും സ്ഥിരീകരിക്കുന്നതാണ്. അപ്പോൾ ആ മേഖലയിൽ ആകെയുള്ള നിരവധി താറാവുകളെ കൊന്നൊടുക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇറച്ചി വിൽപ്പന, ഒപ്പം തന്നെ മുട്ടയുടെ വിൽപ്പന, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കാഷ്ടത്തിൻ്റെ വിൽപ്പന, ഇതെല്ലാം ഈ പരിധിയിൽ 1 കിലോമീറ്റർ പരിധിയിൽ നിരോധിക്കുകയും ചെയ്തിരുന്നു ജില്ലാ ഭരണകൂടം. എന്തായാലും ഈ കൂടുതലിടത്തേക്ക് വ്യാപിച്ചതായിട്ടുള്ള വിവരം ഇതുവരെയും ഇല്ല. അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഈ പ്രദേശവാസികളാകെയുള്ളത്. ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കണ്ണൂർ ആറളം ടൗണിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനക്കൂട്ടത്തിൽ ഒറ്റ തുടരുകയാണ്. ആറളം ടൗണിനടുത്ത് RRTയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതലാണ് തുരത്തൽ ശ്രമം വനം വകുപ്പ് സംഘം ആരംഭിച്ചത്. ഇതിനകം ആറളം ഫാമിൽ ഇറങ്ങിയ കാട്ടാനകളിൽ ഭൂരിഭാഗത്തെയും തുരത്തിയെങ്കിലും 40-ലധികം ആനകൾ ഇപ്പോഴും ഫാമിലുണ്ടെന്നാണ് നിഗമനം. തൃശൂർ എച്ചിപ്പാറയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രാജവെമ്പാലയെ പിടികൂടാൻ നാട്ടുകാരോട് ആവശ്യപ്പെട്ടെന്ന് പരാതി. ഒരു സുരക്ഷയോ മുൻകരുതലോ ഇല്ലാതെയാണ് യുവാക്കൾ പാമ്പിനെ പിടികൂടിയത്. രാജവെമ്പാലയെ കണ്ട നാട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ പക്ഷേ നാട്ടുകാരോട് പാമ്പിനെ പിടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. നാട്ടുകാരായ 2 യുവാക്കളും ചില ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് പാമ്പിനെ പിടികൂടാൻ ശ്രമിച്ചു. പുഴയിലേക്ക് പോയ പാമ്പിനെ പിന്നീട് യുവാക്കൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. കോട്ടയം വടവാതൂരിൽ യുവാവിനെ വെട്ടിക്കൊന്നു. ചെങ്ങളം സ്വദേശി അജീഷാണ് ബന്ധുവായ രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. ഭാര്യയുടെ സുഹൃത്തെന്ന് സംശയിച്ചാണ് അക്രമമെന്നാണ് സൂചന. രഞ്ജിത്തിനൊപ്പം ഉണ്ടായിരുന്ന റിജോയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാൻ ചലച്ചിത്രോത്സവത്തിൽ അഭിമാനമായി ഇന്ത്യയും മലയാളവും. പായൽ കപാഡിയ സംവിധാനം ചെയ്ത കനി കുസൃതിയും ദിവ്യപ്രഭയും അഭിനയിച്ച ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന ചിത്രത്തിന് മികച്ച 2ാമത്തെ ചിത്രത്തിനുള്ള ഗ്രാൻഡ് പ്രീ പുരസ്കാരം കിട്ടി. കാൻ ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ സിനിമ തിളങ്ങുന്ന നിമിഷങ്ങൾ. അതിൽ ശ്രദ്ധേയമായത് മലയാളി സാന്നിധ്യവും. ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന് അഭിമാനമായി പായൽ കപാഡിയയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്സിന് 77ാം കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരം. പ്രതീക്ഷയ്ക്കുമപ്പുറം പ്രകാശിതമായി ഇന്ത്യൻ സിനിമ. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മലയാളി താരങ്ങളായ കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. പുരസ്കാരം പ്രതീക്ഷിച്ചില്ലെന്നും നേട്ടത്തിൽ അഭിമാനമെന്നും താരങ്ങൾ പ്രതികരിച്ചു. 30 വർഷങ്ങൾക്കു ശേഷമാണ് ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ ഇന്ത്യൻ സിനിമയ്ക്ക് പുരസ്കാരം ലഭിക്കുന്നത്. ഷാജി N കരുൺ സംവിധാനം ചെയ്ത് 1994 പുറത്തിറങ്ങിയ സോം ആണ് ഇതിനു മുൻപ് കാൻ ചലച്ചിത്രമേളയിൽ പാംഡിയൂർ പുരസ്കാരത്തിനായി മത്സരിച്ചത്. 22 സിനിമകളെ പിന്തള്ളിയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്സിന് പുരസ്കാര നേട്ടം. Wow. Thank you so much for this. It was already a dream to be selected in competition, and this was beyond my imagination, so thank you. And because I'm a huge fan of Miguel Gomes, I follow what he does and also invite my actors here on stage, because without them, I don't think this film would have been possible. It's 3 women who've given me so much and been really contributed to the film like a family and made it their own. So thank you, ladies. Bravo. ലോക ചലച്ചിത്രത്തിന്റെ പ്രീമിയർ വേദിയിൽ ഇന്ത്യ തിളങ്ങുമ്പോൾ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായി ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്സ്. പായൽ കപാഡി എഴുതി സംവിധാനം ചെയ്ത മലയാളം ഹിന്ദി ചിത്രം 2 നഴ്സുമാരുടെ ജീവിതവുമായി ഇഴചേർന്ന പ്രണയമാണ് അവതരിപ്പിക്കുന്നത്. ചിത്രത്തിലെ പ്രഭ എന്ന കഥാപാത്രമായി കനിയും പ്രഭയുടെ സുഹൃത്തിനെ അനുവിനെ അവതരിപ്പിച്ച ദിവ്യപ്രഭയും ചിത്രത്തിൽ തിളങ്ങിയപ്പോൾ
മലയാളികൾക്ക് ലഭിച്ചത് കാനിലെ പകരം വയ്ക്കാനാകാത്ത പുരസ്കാരം. ഹൃദു ഹറൂൺ, ഛായ കാദം എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. ഇനി ലോക വാർത്തകളുമായി കൃഷ്ണന്ദു നായർ ചേരും. നമസ്കാരം. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് സ്വാഗതം. റഫേൽ ഇസ്രായേൽ ആക്രമണം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് UN കോടതി ഉത്തരവ്. കോടതി ഉത്തരവിന് തൊട്ടു പിന്നാലെ റഫേൽ ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തി. ഗാസയിലെ വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവുണ്ടായത്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് നോർവേ, അയർലൻഡ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനം. ഇതോടൊപ്പം പ്രത്യേക അന്താരാഷ്ട്ര കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും ഹമാസിന്റെ നേതാക്കൾക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാർഖിവ് പ്രദേശങ്ങളിൽ യുക്രൈൻ നിയന്ത്രണം തിരിച്ചുപിടിച്ചതായും വ്യോമാക്രമണം തുടരുകയാണെന്നും സെലൻസ്കി. ഈ മാസം ആദ്യം റഷ്യൻ സൈന്യം വടക്കു കിഴക്കൻ കാർഖിവ് മേഖലയിൽ പ്രവേശിച്ച പ്രദേശങ്ങളിൽ യുക്രൈൻ സൈന്യം നിയന്ത്രണം നേടിയതായി പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി അറിയിച്ചു. അതേസമയം കാർഖിവ് നഗരത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ ശനിയാഴ്ച 2 പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക ഉദ്യോഗസ്ഥർ അറിയിച്ചു. റഷ്യൻ അതിർത്തിയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് കാർഖിവ്. മുന്നേറ്റത്തിന്റെ ഭാഗമായി സമീപ ആഴ്ചകളിൽ മോസ്കോയുടെ സൈന്യം പ്രദേശത്തെ ഗ്രാമങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ആക്രമണം ആരംഭിച്ചതിനു ശേഷം യുക്രൈനിയൻ അധികൃതർ 11,000-ലധികം ആളുകളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. ഗാസയിലെ വെടിനിർത്തലിനും ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾ അടുത്തയാഴ്ച പുനരാരംഭിക്കാൻ സാധ്യത. മൊസാദ് മേധാവി ഡേവിഡ് ബർണി, US സംഘടനയായ CIA മേധാവി വില്യം ബേൺസ്, ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽധാനി എന്നിവർ പാരീസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച് ധാരണയായതായി ഇസ്രായേലി മാധ്യമമായ വാല ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. US-ന്റെ സജീവ പങ്കാളിത്തത്തോടെ നേരത്തേതുപോലെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ തന്നെയാണ് ചർച്ചകൾ നടക്കും എന്നാണ് സൂചന. അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ സമ്മതിക്കുന്നതുവരെ ചർച്ചകൾ പുനരാരംഭിക്കില്ലെന്ന് തീവ്രവാദ ഗ്രൂപ്പിലെ ഒരു സ്രോതസ് വാല ന്യൂസിന്റെ സൈറ്റിൽ പറഞ്ഞെങ്കിലും ഹമാസിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ചിലിയിലുണ്ടായ കാട്ടുതീ മനഃപൂർവ്വം സൃഷ്ടിച്ചതെന്ന് കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അഗ്നിരക്ഷാ സേനാംഗത്തെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥനെയും അറസ്റ്റ് ചെയ്തു. 2024 ഫെബ്രുവരിയിലുണ്ടായ കാട്ടുതീ ചിലിയിലെ വാൽപരൈസോ, ഓഹോഗിങ്സ്, മൗൽ, ബയോബിയോ, ലോസ് ലാഗോസ് മേഖലകളിലാണ് പടർന്നത്. 16,000-ലധികം പേരെ ബാധിച്ച ദുരന്തത്തിൽ 137 പേരാണെന്ന് മരിച്ചത്. അറസ്റ്റിലായവരുടെ വീട്ടിൽ നിന്ന് കാട്ടുതീ പടരാൻ കാരണമായ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അന്തർദേശീയ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉഷ്ണതരംഗത്തിനിടെയുണ്ടായ ചിലിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ കാട്ടുതീ അണയ്ക്കാൻ വലിയ ശ്രമമാണ് വേണ്ടിവന്നത്. പ്രളയത്തിന് പിന്നാലെ തെക്കൻ ബ്രസീലിൽ വെള്ളത്തിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗത്തിൽ മരണങ്ങൾ. ഏപ്രിൽ-മെയ് മാസത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രളയത്തിന് പിന്നാലെയാണ് പുതിയ വെല്ലുവിളി. ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി ബാധിച്ച് ഇതിനോടകം 4 പേരാണ് ബ്രസീലിൽ മരിച്ചത്. ബ്രസീലിലെ റിയോ ഗ്രാൻഡെ ഡോ സൾ സംസ്ഥാനത്ത് ഇതിനോടകം 54 ജലജന്യ രോഗ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. വെള്ളപ്പൊക്കത്തിൽ 165-ലധികം പേർ മരിക്കുകയും നിരവധി പേരെ ഇനിയും കണ്ടെത്താനുമായിട്ടില്ല. കാനിൽ ഇന്ത്യക്കും മലയാളത്തിനും അഭിമാനം. ഓൾ വി ഇമാജിൻ ഇസ് ലൈറ്റ് എന്ന ഇന്ത്യൻ ചിത്രം കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ കാനിന്റെ 2ാമത്തെ ഉയർന്ന ബഹുമതിയായ ഗ്രാൻഡ് പ്രിക്സ് നേടി. മുംബൈ സ്വദേശിനിയായ പായൽ കപാഡിയ എന്ന സംവിധായിക ഒരുക്കിയ ഓൾ വി ഇമാജിൻ ഇസ് ലൈറ്റ് എന്ന ചിത്രത്തിനാണ് ഇത്തവണ മികച്ച 2ാമത്തെ ചിത്രത്തിനുള്ള ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിച്ചത്. 30 വർഷത്തിനിടെ കാനിൽ മത്സരിക്കുന്ന ചിത്രമാണ് എന്ന സവിശേഷത കൂടി ഈ ചിത്രത്തിനുണ്ട്. മലയാളത്തിലും ഹിന്ദിയിലും ഒരുക്കിയ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് മലയാളി താരങ്ങളായ ദിവ്യപ്രഭയും കനി കുസൃതിയുമാണ്. ലോകവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. IPL നിന്ന് കലാശപ്പോര്. IPL 2024 സീസണിന് ഇന്ന് കലാശക്കൊട്ട്. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ എതിരാളി സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. രാത്രി 7:30 മുതലാണ് മത്സരം. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന റിമാൽ ചുഴലിക്കാറ്റ് മത്സരത്തിന് നടത്തിപ്പിൽ നിർണായക സ്വാധീനമാകുമെന്നാണ് റിപ്പോർട്ട്.
ഈ സീസണിൽ 2 തവണയാണ് കൊൽക്കത്തയും ഹൈദരാബാദും ഏറ്റുമുട്ടിയത്. രണ്ടിലും ജയം കൊൽക്കത്തയ്ക്കൊപ്പം നിന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ 4 റൺസിനും ക്വാളിഫയറിൽ 8 വിക്കറ്റിനുമാണ് കൊൽക്കത്തയുടെ വിജയം. പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനക്കാരായി കൊൽക്കത്ത പ്ലേ ഓഫിലെത്തിയപ്പോൾ 2ാം സ്ഥാനക്കാരായാണ് ഹൈദരാബാദിന്റെ പ്രവേശനം. വിസ്ഫോടന ശേഷിയുള്ള ഹൈദരാബാദിന്റെ ബാറ്റിംഗ് നിരയും ടൂർണമെന്റിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ബൌളിംഗ് നിരയുള്ള കൊൽക്കത്തയും തമ്മിലാണ് പോരാട്ടം. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, മാഗ്നസ് കാൾസൺ, എയ്ഡൻ മാർക്രം. ഹൈദരാബാദ് ബാറ്റിംഗ് നിരയിലെ ആദ്യ 4 പേരുകൾ ഇങ്ങനെയാണ്. ഏത് ബൌളിംഗ് നിരയുടെയും നെഞ്ചിരിപ്പേറ്റുന്ന ബാറ്റിംഗ് നിര. മറുപടിക്കായി കൊൽക്കത്ത കാത്തുവയ്ക്കുന്നത് ടൂർണമെന്റിലെ തന്നെ ഏറ്റവും വില പിടിച്ച താരമായ മിച്ചൽ സ്റ്റാർക്കിനെയാണ്. ഇതിനു പുറമെ സുനിൽ നരേനും വരുൺ ചക്രവർത്തിയും ചേരുമ്പോൾ ഹൈദരാബാദ് ഭയക്കണം. ചെന്നൈയിലെ വേഗം കുറഞ്ഞ പിച്ചിൽ കളിമികവ് മാത്രം മതിയാകില്ല. ബാറ്റിലേക്ക് പന്ത് വരാൻ മടിക്കുന്ന പിച്ചിൽ മനസാന്നിധ്യവും കാത്തിരിപ്പും ക്ഷമയുമെല്ലാം വിജയത്തിലേക്കുള്ള ഗതി നിർണ്ണയിക്കും. ചെപ്പോക്കിനു മുകളിൽ ഇന്ന് മഴമേഘങ്ങൾ സജീവമാകുമെന്ന റിപ്പോർട്ട് ആരാധകരുടെ നെഞ്ചിരിപ്പേറ്റുന്നുണ്ട്. ഫൈനലിന് വില്ലനായി മഴയെത്തിയാൽ മത്സരം റിസർവ് ഡേയിലേക്ക് നീളും. എന്നാൽ മഴയുടെ തടസ്സമില്ലാതെ മത്സരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. 3ാം കിരീടം ലക്ഷ്യമിട്ട് കൊൽക്കത്തയും 2ാം കിരീടത്തിനായി ഹൈദരാബാദും ഏറ്റുമുട്ടുമ്പോൾ മത്സരം തീപാറുമെന്ന് ഉറപ്പ്. അവസാന ചിരി പാറ്റ് കമ്മിൻസിന്റേതോ ശ്രേയസ് അയ്യരുടേതോ? ഗാലറിയിൽ ആഘോഷപ്പുത്തിരി കത്തിക്കുന്നത് ഷാരൂഖ് ഖാനോ അതോ കാവ്യമാരനോ? കാത്തിരിക്കാം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ICL ഫിൻകോർപ്പ് ലിമിറ്റഡിന്റെ ചെയർമാനും MD-യുമായ അഡ്വക്കേറ്റ് KG അനിൽകുമാർ ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മേഖലയുടെ ഗുഡ്വിൽ അംബാസഡർ. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ ട്രേഡ് കൌൺസിലിന്റേതാണ് തീരുമാനം. ഇന്ത്യയും മിഡിൽ ഈസ്റ്റും മറ്റ് 33 LAC രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ടൂറിസം ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായുള്ള ICL ഫിൻകോർപ്പിന്റെ നിരന്തര ശ്രമങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് അഡ്വക്കേറ്റ് KG അനിൽകുമാറിന്റെ നിയമനം. അന്താരാഷ്ട്ര വാണിജ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ ICL ഫിൻകോർപ്പ് CMD KG അനിൽകുമാർ കൈക്കൊണ്ട ശക്തമായ തീരുമാനങ്ങളെ ഇന്ത്യ, ക്യൂബ തുടങ്ങിയ നിരവധി LIC ഗവൺമെന്റുകളും അംഗീകരിച്ചു. ക്യൂബയുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കും വഹിച്ചിട്ടുണ്ട്. വയനാട് സുൽത്താൻ ബത്തേരിയിലെ ഏറ്റവും വലിയ ജുവലറി ഷോറൂം തുറന്ന് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബ്രാൻഡ് അംബാസഡർ ഫഹദ് ഫാസിലാണ് ഷോറൂം ഉദ്ഘാടനം ചെയ്തത്. ബത്തേരി ഷോറൂം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി ആനുകൂല്യങ്ങളും ഓഫറുകളും ഒരുക്കി. ഓരോ ആഴ്ചയിലും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഡയമണ്ട് റിംഗും ജൂലൈ 31-ന് ബമ്പർ സമ്മാനമായി മാരുതി സ്വിഫ്റ്റ് കാറും നൽകും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റിന് ഗ്രാമിന് 6610, പവന് 52,880. സ്വർണം 18 ക്യാരറ്റ് 5520, പവൻ 44,160. വെള്ളി 96 ഗ്രാമിന് 96,000 കിലോഗ്രാമിന്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. അദ്ദേഹത്തിന്റെ ആ വാക്കുകളൊക്കെ ഇവിടെ പൊളിയുകയല്ലേ നടക്കുന്നത്? ഭവ്യ, ഈ വിവാദമായ ബാർ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ CPM-ന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു എക്സൈസ് മന്ത്രി കൂടിയായ MP രാജേഷ് സെക്രട്ടേറിയറ്റിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടത്. അങ്ങനെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളും മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയത്. പക്ഷേ ഒരുപക്ഷെ മന്ത്രി അറിയാതെയോ അല്ലെങ്കിൽ ബോധപൂർവ്വം മറച്ചുവെക്കുകയോ ചെയ്ത തരത്തിൽ ആണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന വസ്തുത. അതായത് 21/5/2024 2:30 അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച 2:30 ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേരാനിരുന്ന സൂം മീറ്റിംഗിന്റെ ലിങ്കും അതിന്റെ പാസ്വേഡും ID ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗമാണ് എന്ന് വ്യക്തമാക്കുന്ന സൂം ഡിസ്ക്രിപ്ഷനും ലിങ്കുമായിരുന്നു 21-ാം തീയതി ബാർ ഉടമകൾക്കടക്കം ലഭ്യമായത്. ഭവ്യ, ഡാൻ, അങ്ങനെയാണെങ്കിൽ മന്ത്രി MP രാജേഷ് അറിഞ്ഞിട്ടില്ല എന്ന് വേണമോ? ഇത്തരത്തിലൊരു യോഗം നടന്നതിന് MP രാജേഷ് അറിഞ്ഞില്ല, അതല്ലെങ്കിൽ അദ്ദേഹം അത് മനഃപൂർവ്വം മറച്ചുവെച്ചു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? എന്ത് മനസ്സിലാക്കണം ഈ വിഷയത്തിൽ? ഭവ്യ, ഇത് ഇപ്പോൾ ഭവ്യ തന്നെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ എന്തോ ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ എക്സൈസ് മന്ത്രി അറിയാതെയാണ് ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതല്ല എങ്കിൽ മന്ത്രി MP രാജേഷ് കൃത്യമായ
ധാരണയോടുകൂടി തന്നെ അക്കാര്യം മറച്ചുവെച്ചതായിരിക്കാം. പക്ഷേ ആദ്യം പറഞ്ഞത് സംഭവിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. അതായത് MP രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ധാരണ ലഭിക്കാതെയാണ് അന്ന് അത്തരമൊരു പ്രതികരണം നടത്തിയത് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും കൃത്യമായി ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി തന്നെയാണ് ടൂറിസം ഡയറക്ടറുടെ അധ്യക്ഷതയിൽ തന്നെ 21-ാം തീയതി 2:30 ഉച്ചയ്ക്ക് ശേഷം 2:30 ഇത്തരത്തിലൊരു